മീൻകറി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. 3 സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, അതിനോടൊപ്പം നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി, ഉരിയതിൽ വേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇടുന്നു. ഒന്നിളക്കുക. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇടുന്നു. അതിനുശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 5-10 അരിഞ്ഞത് നമ്മളിട്ടു. കുറച്ച് ബാക്കി വരുന്ന അവസാനം വറുത്തിടുന്നതിനായിട്ടാണ്. ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരണം. ഇത് മൂത്ത് വന്നതിന് ശേഷം ഉള്ളി അത്യാവശ്യം മൂത്തു, കളറൊക്കെ മാറി വന്നുണങ്ങി തീ ഒന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. ഉടഞ്ഞു വന്നിട്ടില്ല. തക്കാളി ഒന്ന് ചൂടായി വന്നു. ഈ സമയത്ത് ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, ഒരു സ്പൂൺ ഇട്ടാൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഒന്നുകൂടി അടച്ചേക്ക്. ഒന്ന് സെറ്റായതാണ്. തക്കാളിക്ക് ആവശ്യത്തിന് വെന്ത് അലിഞ്ഞ് വീഴൊന്നും വേണ്ട. ഒന്ന് ചൂടാക്കിയിട്ട് തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് തന്നെയാണ് ഈ കറിയുടെ ഒരു ഭംഗി. ഒന്ന് ഇളക്കുക. അതിലേക്ക് പുളിങ്ങ വെച്ചിട്ടുള്ള വെള്ളം, 1 കപ്പ് വെള്ളത്തിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി, വാളംപുളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, കുടംപുളിയല്ല. വാളംപുളി പിഴിഞ്ഞ് കുതിർത്ത് അല്പം ഉപ്പും ചേർത്ത് കുതിർത്ത് നന്നായി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. വെള്ളം ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കുന്നവരെ അടച്ചു വയ്ക്കും. അങ്ങനെ വെള്ളം തിളച്ചു, നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. മീൻ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് പരത്തുക. അധികം ബലം പ്രയോഗിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേര എന്ന് പറഞ്ഞൊരു മീനാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഈ മീൻ. അപ്പം അതുകൊണ്ട് അധികം ബലം കൊടുക്കണം. കാണുമ്പോൾ വളരെ ദശക്കട്ടിയുള്ള മീനാണ്, വളരെ നല്ല മീനാണ്. പക്ഷേ അതേ സമയം തന്നെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നൊരു മീനാണ്. അതുകൊണ്ട് അധികം ബലം കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒന്ന് മുക്കി വയ്ക്കുക. വീണ്ടും അടച്ചു വയ്ക്കും.
അല്പം നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവട്ടെ. എന്ന് നമുക്ക് അടുത്ത ഇതാകും. നമ്മൾ ഇതിനകത്തേക്ക് പൊടികളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പം ചേർത്തിട്ട് കേട്ടോ. മീൻ ചെറുതായിട്ട് വെന്തു, ചെറുതായിട്ട് ഒരു നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചതും പൊടികളുമായിട്ടുള്ള ഇത് ചേർക്കാം. ഒരു മിക്സാണ്. ഇതിൽ ഞാൻ 1.5 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം ഉപ്പ്, ഇത്രയും ചേർത്ത് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 1/4 തേങ്ങയോളം ഉണ്ടാവും. ഇനി ആ മിക്സിയുടെ ജാർ ഒന്ന് വെള്ളമൊഴിച്ച് ആ ബാക്കിയുള്ള തേങ്ങ കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോഴാണ് ഇതിലേക്ക് മസാലയും സാധനങ്ങളൊക്കെ ചേരുന്നത്. സാവധാനം ഇളക്കിയാൽ മതി. എന്നാൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ ഇളകുകയും വേണം. കാരണം സാധാരണത്തിൽ എന്ന് പറയുന്നത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊപ്പം നമ്മൾ ഈ പറഞ്ഞ മസാല എല്ലാ ഭാഗത്തേക്കും വേണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളിലേക്കും ആ തേങ്ങയുടെയും അരപ്പിൻ്റെയും കറിയിലെത്തിയും ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. ഒന്ന് തിളച്ചു. ഇത്രയാണ് മീൻ കറി ഉണ്ടാകാനുള്ളത്. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മളിതിൽ വേണ്ട താളിപ്പ് ചേർക്കണം. ഇത് തുടങ്ങിയത് നമ്മൾ നെയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഈ താളിപ്പ് ആകുന്നതും നമ്മൾ നെയ്യിലാണ്. ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, നമ്മൾ ചുവന്ന ഉള്ളി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഉള്ളി, ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരണം. ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞു നിറം മാറി തുടങ്ങി. ആ സമയത്ത് ഉരുത്തിൽ വേപ്പ്, ഇത്രയുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താളിപ്പ് നേരെ മീൻകറിയിലേക്ക് ഒഴിച്ചു. ഉടനെ തന്നെ അത് അടച്ചു. ഈ താളിപ്പൊന്ന് സെറ്റാവണം. സെറ്റായി കഴിഞ്ഞാൽ മീൻകറി ഓക്കെ.